ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, ഏറെ പ്രത്യേകതകളുള്ള വെർബായ ബി എന്ന വെർബിന്റെ ഉപയോഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബിയുടെ അർത്ഥമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ സന്തോഷവാനായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് സന്തോഷമായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഹാപ്പി ആയിരിക്കും. അതായിരിക്കും കുറെ കൂടി എളുപ്പം പറയാൻ. ഞാൻ ഹാപ്പി ആയിരിക്കും, ആയിരിക്കും. ഇത് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുന്നത് അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 3 വാചകങ്ങൾ കാണുകയുണ്ടായി. ഐ വിൽ ബി ഹാപ്പി. ഈ ബിയുടെ മുന്നിലായിട്ട് വില്ല് വയ്ക്കുന്നു. അപ്പോൾ ആയിരിക്കുക, വിൽ ബി എന്ന് പറയുമ്പോൾ ആയിരിക്കും, വിൽ ബി എന്ന് പറയുമ്പോൾ ആയിരിക്കും. ഐ വിൽ ബി ഹാപ്പി, ഞാൻ സന്തോഷവാനായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് സന്തോഷമായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഹാപ്പി ആയിരിക്കും. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത്. പിന്നെ അതിന്റെ ചോദ്യം നമ്മൾ കണ്ടു, വില്ല് കൊണ്ടൊന്ന് മുമ്പിലിട്ടാൽ മതി. ഇംഗ്ലീഷ് ഭാഷയിൽ എപ്പോഴും ചോദ്യം ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്, വെർബിന്റെ ആദ്യ ഭാഗം കൊണ്ടുവന്ന് മുന്നിലിടും. അപ്പൊ ഇവിടെ വിൽ ബി എന്നുള്ളതാണ് വെർബ്. വിൽ ബി 2 വാക്കുകളുണ്ട്. വില്ല് കൊണ്ടൊന്ന് മുന്നിലിട്ട് ചോദ്യമാക്കി, വിൽ ഐ ബി ഹാപ്പി, ഞാൻ സന്തോഷവാനായിരിക്കുമോ, അല്ലെങ്കിൽ ഞാൻ ഹാപ്പി ആയിരിക്കുമോ. പിന്നെ അതിന്റെ നെഗറ്റീവ് നമ്മൾ കണ്ടു, ഐ വിൽ നോട്ട് ബി ഹാപ്പി. വില്ലിന്റെയും ബിയുടെ ഇടയ്ക്ക് നോട്ട് കൊണ്ട് വയ്ക്കുന്നു. അപ്പൊ അതിന്റെ നെഗറ്റീവ് കിട്ടും. ഐ വിൽ നോട്ട് ബി ഹാപ്പി, അല്ലെങ്കിൽ വിൽ നോട്ടിന്റെ ഷോർട്ട് ഫോം ആണ് എന്ത്? വോണ്ട്. വിൽ നോട്ടിന്റെ ഷോർട്ട് ഫോം ആണ് വോണ്ട്, WONT, വോണ്ട്. സോ ഐ വോണ്ട് ബി ഹാപ്പി, ഞാൻ സന്തോഷവാനായിരിക്കില്ല, അല്ലെങ്കിൽ ഞാൻ ഹാപ്പി ആയിരിക്കില്ല, അല്ലെങ്കിൽ എനിക്ക് സന്തോഷമായിരിക്കില്ല. നമുക്ക് അങ്ങനെ മലയാളത്തിൽ പറയാം. ഇനി നമ്മൾ ഇന്ന് കാണുന്നത് ഈ നെഗറ്റീവിന്റെ ചോദ്യമാണ്. ഞാൻ സന്തോഷവാനായിരിക്കില്ലേ, ഞാൻ ഹാപ്പി ആയിരിക്കില്ലേ, എനിക്ക് സന്തോഷമായിരിക്കില്ലേ. ഇതെങ്ങനെ ചോദിക്കും? വളരെ ലളിതമാണ്. വോണ്ട് എന്നുള്ളത് മുന്നിൽ കൊണ്ടുവന്നിട്ടാൽ മതി. വിൽ നോട്ടിന്റെ ഷോർട്ട് ഫോമായ വോണ്ട്. വിൽ നോട്ട് എന്ന് പറയില്ല ചോദ്യത്തിൽ, വോണ്ട് എന്ന് എപ്പോഴും പറയുള്ളൂ. അപ്പൊ വോണ്ട് ഐ ബി ഹാപ്പി, ഞാൻ സന്തോഷവാനായിരിക്കില്ലേ, ഞാൻ ഹാപ്പി ആയിരിക്കില്ലേ. നെഗറ്റീവ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതാണ് 4ാമത്തെ വാചകം, അവസാനത്തെ വാചകം ഇതിന്റെ. ഐ വിൽ ബി ഹാപ്പി. ക്വസ്റ്റ്യൻ, വിൽ ഐ ബി ഹാപ്പി. നെഗറ്റീവ്, ഐ വോണ്ട് ബി ഹാപ്പി. നെഗറ്റീവ് ക്വസ്റ്റ്യൻ, വോണ്ട് ഐ ബി ഹാപ്പി. നമ്മൾ ഇതൊന്ന് നോക്കാം. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണിത്. വോണ്ട് ഐ ബി ഹാപ്പി, വോണ്ട് ഐ ബി ഹാപ്പി, വോണ്ട് ഐ ബി ഹാപ്പി. ഞാൻ സന്തോഷവാനായിരിക്കില്ലേ, ഞാൻ ഹാപ്പി ആയിരിക്കില്ലേ. വോണ്ട് ഐ ബി സ്മാർട്ട്. ഇതെല്ലാം ചോദ്യങ്ങളല്ലേ. വോണ്ട് ഐ ബി സ്മാർട്ട്, ഞാൻ സ്മാർട്ട് ആയിരിക്കില്ലേ. നെഗറ്റീവ് ക്വസ്റ്റ്യൻ. വോണ്ട് ഐ ബി പങ്ക്ച്വൽ, ഞാൻ പങ്ക്ച്വൽ ആയിരിക്കില്ലേ. വോണ്ട് ഐ ബി കൈൻഡ്, ഞാൻ ദയവുള്ളവനായിരിക്കില്ലേ. അതുപോലെ വി. ഇതെല്ലാത്തിനും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ഒരേ കാര്യം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വിൽ നോട്ടിന്റെ ഷോർട്ട് ഫോം ആണ് ഇവിടെ വോണ്ട്, അല്ലേ. വിൽ നോട്ട് എന്ന് പറയില്ല, അതെപ്പോഴും ഓർക്കണേ. എപ്പോഴും ഈ ഷോർട്ട് ഫോം ഉപയോഗിക്കുള്ളൂ നെഗറ്റീവ് ക്വസ്റ്റ്യനിൽ. വോണ്ട് വി ബി ഹാപ്പി, വോണ്ട് വി ബി ഹാപ്പി, വോണ്ട് വി ബി ഹാപ്പി, വോണ്ട് വി ബി ഹാപ്പി. പ്രാക്ടീസ് ചെയ്യണേ. വോണ്ട് വി ബി ഹാപ്പി, നമ്മൾ ഹാപ്പി ആയിരിക്കില്ല, എങ്കിൽ നമ്മൾ സന്തോഷവാന്മാരായിരിക്കില്ലേ, അല്ലെങ്കിൽ നമുക്ക് സന്തോഷമായിരിക്കില്ലേ. വോണ്ട് വി ബി സ്മാർട്ട്, നമ്മൾ സ്മാർട്ട് ആയിരിക്കില്ലേ. വോണ്ട് വി ബി പങ്ക്ച്വൽ, നമ്മൾ പങ്ക്ച്വൽ ആയിരിക്കില്ലേ. വോണ്ട് വി ബി കൈൻഡ്, നമ്മൾ ദയവുള്ളവരായിരിക്കില്ലേ. നെഗറ്റീവ് ക്വസ്റ്റ്യൻ. നീ യു വെച്ച് എല്ലാം ഒരേപോലെ തന്നെയാ. വോണ്ട് യു ബി ഹാപ്പി, നീ ഹാപ്പി ആയിരിക്കില്ലേ. വോണ്ട് യു ബി സ്മാർട്ട്, നീ സ്മാർട്ട് ആയിരിക്കില്ലേ. വോണ്ട് യു ബി പങ്ക്ച്വൽ, നീ പങ്ക്ച്വൽ ആയിരിക്കില്ലേ. വോണ്ട് യു ബി കൈൻഡ്, നീ ദയവുള്ളവനായിരിക്കില്ലേ. ഇനി ഹി വെച്ച് വോണ്ട് യു ബി ഹാപ്പി, അവൻ ഹാപ്പി ആയിരിക്കില്ലേ, അല്ലെങ്കിൽ അവൻ സന്തോഷവാനായിരിക്കില്ലേ. വോണ്ട് യു ബി സ്മാർട്ട്, അവൻ സ്മാർട്ട് ആയിരിക്കില്ലേ. വോണ്ട് യു ബി പങ്ക്ച്വൽ, അവൻ പങ്ക്ച്വൽ ആയിരിക്കില്ലേ. വോണ്ട് ഹി ബി കൈൻഡ്, അവൻ ദയവുള്ളവനായിരിക്കില്ലേ. ഷീ, അവൾ, അല്ലേ. വോണ്ട് ഷീ ബി ഹാപ്പി, വോണ്ട് ഷീ ബി ഹാപ്പി, അവൾ ഹാപ്പി ആയിരിക്കില്ലേ. വോണ്ട് ഷീ ബി സ്മാർട്ട്, അവൾ സ്മാർട്ട് ആയിരിക്കില്ലേ. വോണ്ട് ഷീ ബി പങ്ക്ച്വൽ, അവൾ പങ്ക്ച്വൽ ആയിരിക്കില്ലേ. വോണ്ട് ഷീ ബി കൈൻഡ്, അവൾ ദയവുള്ളവളായിരിക്കില്ലേ. ദേ വെച്ച് വോണ്ട് ദേ ബി ഹാപ്പി, വോണ്ട് ദേ ബി ഹാപ്പി, വോണ്ട് ദേ ബി ഹാപ്പി, അവർ ഹാപ്പി ആയിരിക്കില്ലേ. വോണ്ട് ദേ ബി സ്മാർട്ട്, അവർ സ്മാർട്ട് ആയിരിക്കില്ലേ. വോണ്ട് ദേ ബി പങ്ക്ച്വൽ, അവർ പങ്ക്ച്വൽ ആയിരിക്കില്ലേ. വോണ്ട് ദേ ബി കൈൻഡ്, അവർ ദയവുള്ളവരായിരിക്കില്ലേ. ഈ രീതിയിൽ നമ്മൾ വാചകങ്ങൾ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യുക. ഇതിന് വരെ റിച്ച് ഒക്കെ വയ്ക്കാം. വോണ്ട് ദേ ബി റിച്ച്, അവർ സമ്പന്നരായിരിക്കില്ലേ. വോണ്ട് ദേ ബി സ്ട്രോങ്, അവർ ശക്തന്മാരായിരിക്കില്ലേ, അവർ ശക്തരായിരിക്കില്ലേ. വോണ്ട് ദേ ബി ജനറസ്, അവർ ഉദാരശീലന്മാരായിരിക്കില്ലേ. അങ്ങനെ ഒത്തിരി വാക്കുകളുണ്ട് ഇംഗ്ലീഷ് ഭാഷയിൽ. അപ്പൊ ഉചിതമായ വാക്കുകൾ ഉപയോഗിച്ച് അർത്ഥമുള്ള വാചകങ്ങൾ ഉണ്ടാക്കാൻ നോക്കണേ. നമുക്ക് ഇതുപോലെയും പറയാം.
വോണ്ട് ഐ ബി എ സക്സസ്, വോണ്ട് ഐ ബി എ സക്സസ്, ഞാനൊരു വിജയമായിരിക്കില്ലേ. വോണ്ട് ഐ ബി എ സക്സസ്, വോണ്ട് ഐ ബി എ ഗ്രേറ്റ് അച്ചീവ്മെന്റ്, അതൊരു സുഖമുള്ള വാചകമല്ല അല്ലെ. അപ്പൊ വാചകം ഉണ്ടാക്കുമ്പോൾ നോക്കണേ, ഞാനൊരു വലിയ നേട്ടമായിരിക്കില്ല, അങ്ങനെ നമ്മൾ പറയാറില്ല. അപ്പൊ അതുകൊണ്ട് ആ വാചകം നമുക്ക് ഉപേക്ഷിക്കാം. വോണ്ട് ഐ ബി എ ഫെയിലിയർ, ഞാനൊരു പരാജയമായിരിക്കില്ലേ, അവിടെ വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറയുകയാണ്. അപ്പൊ നമുക്ക് അത്ര ആത്മവിശ്വാസം പോരാ. ഞാൻ ചോദിക്കുകയാണ്, ഞാനത് ഏറ്റെടുത്താല് വോണ്ട് ഐ ബി എ ഫെയിലിയർ, ഞാനൊരു പരാജയമായിരിക്കില്ലേ, വോണ്ട് ഐ ബി എ ഫെയിലിയർ. ഓക്കെ, അതുപോലെ ഇതെല്ലാം ഉപയോഗിച്ചൊക്കെ പ്രാക്ടീസ് ചെയ്യുക. അർത്ഥമുള്ള വാചകങ്ങൾ ഉണ്ടാക്കാൻ നോക്കണേ. ഇനി നമുക്ക് ഇറ്റ് വെച്ച് കാണാം. ഇറ്റ് എന്ന് വെച്ചാൽ അത് അല്ലെങ്കിൽ ഇത് എന്നുള്ള അർത്ഥമാണ്. വോണ്ട് ഇറ്റ് ബി, വോണ്ട് ഇറ്റ് ബി, വോണ്ട് ഇറ്റ് ബി എ സക്സസ്, വോണ്ട് ഇറ്റ് ബി എ സക്സസ്, അതൊരു വിജയമായിരിക്കില്ലേ. നമ്മളൊരു പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഒരാൾ ചോദിക്കുകയാണ്, വോണ്ട് ഇറ്റ് ബി എ സക്സസ്, അതൊരു വിജയമായിരിക്കില്ലേ, വോണ്ട് ഇറ്റ് ബി എ സക്സസ്, വോണ്ട് ഇറ്റ് ബി എ സക്സസ്. അതുപോലെ തന്നെ വോണ്ട് ഇറ്റ് ബി എ ഗ്രേറ്റ് അച്ചീവ്മെന്റ്, അതൊരു വലിയ നേട്ടമായിരിക്കില്ലേ, വോണ്ട് ഇറ്റ് ബി എ ഗ്രേറ്റ്, വോണ്ട് ഇറ്റ് ബി എ ഗ്രേറ്റ് അച്ചീവ്മെന്റ്, വോണ്ട് ഇറ്റ് ബി എ ഗ്രേറ്റ് അച്ചീവ്മെന്റ്, അതൊരു വലിയ നേട്ടമായിരിക്കില്ലേ. വോണ്ട് ഇറ്റ് ബി എ ഫെയിലിയർ, അതൊരു പരാജയമായിരിക്കില്ലേ. അപ്പൊ നമ്മൾ ഇതുപോലെ വാചകം ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യുക. വാചകം ഉണ്ടാക്കുന്ന രീതി നമ്മൾ നോക്കണേ. ഇവിടെ അതിന്റെ സാമ്പിളൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ഇവ വെച്ച് അർത്ഥമുള്ള വാചകങ്ങൾ ഉണ്ടാക്കാൻ നോക്കുക. എപ്പോഴും പറയുന്ന പോലെ പ്രാക്ടീസ് ചെയ്യണം. ഇത്രയുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളാ, പക്ഷെ പ്രാക്ടീസ് ചെയ്യണം. ഒരാളെ കൂടി കിട്ടിയിട്ട് അതൊരാൾ മലയാളം പറയുക, മറ്റേ അതിന്റെ ഇംഗ്ലീഷ് പറയുക, അങ്ങനെ ഓരോ വാചകവും 10 പ്രാവശ്യം മലയാളത്തിൽ ഇംഗ്ലീഷിൽ ആവർത്തിക്കുക. അങ്ങനെ കുറച്ചു നേരം പ്രാക്ടീസ് ചെയ്യാൻ നോക്ക്. പിന്നെ വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്, അത് നന്നായിട്ട് പഠിക്കുക. കുറച്ച് വാക്കുകളെങ്കിലും എല്ലാ ദിവസവും പഠിക്കണം. ഈ 4 ഫോംസ് അത് ഏറ്റവും പ്രധാനപ്പെട്ട. ഓൾ ദി ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തില് എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമില് ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയില് 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം.
പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ്, ഇത് വേറെ രീതി, റോട്ട്, ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മളിത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഇടിയും ചേർത്തതും ഉണ്ട്, പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. ഇന്ന് നമ്മൾ കാണുന്നത് വെർബുകളുടെ ലിസ്റ്റിലെ 15ാമത്തെ ലിസ്റ്റ് ആണ്. വെർബുകളിലെ ഫോംസിൽ 4 ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. കാരണം ഇവ ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിലെ ടെൻസുകളും മറ്റൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 ഫോം അറിയാതെ നമുക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് കറക്റ്റ് ആയിട്ട് സംസാരിക്കാനോ എഴുതാനോ സാധിക്കില്ല. മറ്റൊന്നുള്ളത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെയാണ് ഇംഗ്ലീഷില്, ഒരു വെർബ് ബി ഒഴിച്ച്. നമ്മൾ നേരത്തെ കണ്ടു. എന്നാൽ അർത്ഥം വ്യത്യാസമുണ്ട്. മറ്റൊന്ന് പ്രസന്റ് ഫോമിന് പ്ലൂറലും ഉണ്ട്, സിംഗുലറും ഉണ്ട്. സാധാരണ എസ് എന്ന് കൂട്ടിച്ചേർക്കുമ്പോഴാണ് സിംഗുലർ ആകുന്നത്. ആ ലിസ്റ്റിൽ ആദ്യം കാണുക, പ്രസന്റ് ഫോമിൽ ആദ്യം കാണുന്നത് പ്ലൂറലാണ്, രണ്ടാമത്തേതാണ് സിംഗുലർ. അർത്ഥം ഒന്ന് തന്നെയാണ്. അപ്പൊ നമ്മൾ 3 ഫോമേ പഠിക്കുള്ളൂ: പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. തുടങ്ങാം. Lie, lay, lain, see, saw, seen, speak, spoke, spoken, steal, stole, stolen, wear, wore, worn, write, wrote, written. ഈ വെർബുകളുടെ പ്രത്യേകത എന്താണ്? ഇത് മൂന്ന് രീതിയിലാണ് അല്ലെ. പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും വെവ്വേറെ രീതിയിലാണ്. ഇനി അടുത്തുള്ള ഇനിയുള്ള വെർബ്സ് ഒക്കെ നമ്മൾ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ്. ഓക്കെ, നമുക്ക് കാണാം. afford, afforded, afforded, annoy, annoyed, annoyed, attach, attached, attached, alert, alerted, alerted, upload, uploaded, uploaded, attend, attended, attended, cow, cowed, cowed, cause, caused, caused, check, checked, checked, cuff, cuffed, cuffed, dare, dared, dared, depend, depended, depended, expand, expanded, expanded, fade, faded, faded, fetch, fetched, fetched, float, floated, floated, fix, fixed, fixed, guard, guarded, guarded, identify, identified, identified, interrupt, interrupted, interrupted, introduce, introduced, introduced, knit, knit, knit. അത് knitted എന്നും കൂടിയുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. multiply, multiplied, multiplied. ഈ വെർബുകളൊക്കെ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകൾ ലിസ്റ്റിൽ പെട്ടതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ചിലതിലൊക്കെ സിംഗുലർ ആകുമ്പോൾ വെറുതെ എസ് ആയിരിക്കില്ല, സ്പെല്ലിങ്ങിലൊക്കെ ചിലപ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ടാവും. അപ്പൊ എഴുതുമ്പോൾ കറക്റ്റ് ആയിട്ട് എഴുതാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ല പാസ്റ്റിലും പാസ്റ്റ് പാർട്ടിസിപ്പിളിലൊക്കെ ചിലപ്പോൾ അക്ഷരങ്ങൾ ഇരട്ടിച്ചിട്ടുണ്ടാവും, അതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.